ഹായ് സ്റ്റുഡൻസ്, അപ്പോൾ നമ്മുടെ സെക്കൻഡ് ക്ലാസ് ആണ്. സയൻറ്റിഫിക് നൊട്ടേഷൻ ആണ് നമ്മളിന്ന് നോക്കാൻ പോണത്. സയൻറ്റിഫിക് നൊട്ടേഷൻ തൊട്ട് കുറച്ച് അങ്ങോട്ട് നമുക്ക് പഠിക്കാനുണ്ട് ഈ ക്ലാസ്സിൽ. അപ്പോൾ ഫസ്റ്റ് ക്ലാസ് കഴിഞ്ഞാൽ കുറേ കുട്ടികൾ നോട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, കറക്റ്റ് ചെയ്യുന്ന പ്രോസസ്സിലാണ് ഇപ്പോൾ ഞാൻ. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് സയൻറ്റിഫിക് നൊട്ടേഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ഓൾറെഡി വിക്ടർ ചാനലിൽ നിങ്ങൾ ഈ ക്ലാസ്സൊക്കെ കേട്ടതാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ഒരു റിവിഷൻ പോലെ ആയിരിക്കും ഈ ക്ലാസ് കേൾക്കുമ്പോൾ തോന്നുന്നുണ്ടാവുക. അപ്പോൾ എന്തായാലും ക്ലാസ് നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുക, നോട്ട്സ് എഴുതുക. വിക്ടർ ചാനലിനെ ബേസ് ചെയ്തിട്ടല്ല, ഞാൻ ക്ലാസ്സിനെ ബേസ് ചെയ്ത് നോട്ട്സ് എഴുതാൻ പറയുന്നത്. വിക്ടർ ചാനൽ കുറച്ച് വൈഡ് ആയതുകൊണ്ടാണ്. അവസാനം നിങ്ങൾക്ക് എക്സാമിന് പഠിക്കുമ്പോൾ അത്രയും പഠിക്കേണ്ട കാര്യമില്ല. എന്നാൽ കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ വൈഡായി തന്നെ ഇപ്പം തൊട്ടേ പഠിച്ചു തുടങ്ങുക. ഓക്കെ, വാട്ട് ഈസ് സയൻറ്റിഫിക് നൊട്ടേഷൻ? എന്താണ് ഈ സയൻറ്റിഫിക് നൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്യാണ്. ആ എക്സ്പെരിമെൻ്റ് ചെയ്ത് നമുക്കൊരു റിസൾട്ട് കിട്ടി. അപ്പോൾ റിസൾട്ട് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി എ നമ്പർ. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും മെഷർ ചെയ്യാണ്. ഇപ്പോൾ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ, അല്ലെങ്കിൽ എന്തിൻ്റെങ്കിലും ലെങ്ത്ത്. അപ്പം അങ്ങനെ നമ്മൾ എന്തെങ്കിലും മെഷർ ചെയ്യാണ്. അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഒരു നമ്പർ ആയിരിക്കുമല്ലോ. ആ നമ്പറിനെ ഒരു കോമ്പാക്ട് മാനറിൽ, അതായത് ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ ഒരു സ്റ്റാൻഡേർഡ് ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാനുള്ള രീതിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സയൻറ്റിഫിക് നൊട്ടേഷൻ. ദ സയൻറ്റിഫിക് നൊട്ടേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ് ടു എക്സ്പ്രസ് എ നമ്പർ ഇൻ എ കോമ്പാക്ട് മാനർ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞാൽ അതൊരു സ്റ്റാൻഡേർഡ് ഫോമിൽ വേണം റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ എന്താണ് ആ സ്റ്റാൻഡേർഡ് ഫോം? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. n×10⁻n എന്ന് പറയുന്നതാണ് സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത്. ക്യാപിറ്റൽ N × 10⁻n. അപ്പോൾ നിങ്ങൾക്ക് എന്തറിയണം? ക്യാപിറ്റൽ N എന്താണ്, സ്മോൾ n എന്താണെന്ന് അറിയണം. So what is capital N? It is a number with a single non-zero digit to the left of the decimal point. അതായത് ഒരു പോയിന്റ് ഉള്ള നമ്പർ ആയിരിക്കണം. ഓക്കെ, ആ പോയിന്റ് ഉള്ള നമ്പറിന്റെ പ്രത്യേകത എന്തായിരിക്കണം? പോയിന്റിന്റെ ഇടത്തെ സൈഡിൽ, ലെഫ്റ്റ് സൈഡിൽ ഒരു സിംഗിൾ ഡിജിറ്റ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അതായത് 10.3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റിന്റെ ലെഫ്റ്റ് സൈഡിൽ 10 ആണ്. ഇത് 1 ഉണ്ട് 0 ഉണ്ട്. എത്ര ഡിജിറ്റ്സ് ഉണ്ട്? 2 ഡിജിറ്റ്സ് ഉണ്ട്. അങ്ങനെ പാടോ? ഇല്ല. അപ്പൊ 9.1 പോയിന്റിന്റെ അപ്പുറത്ത് എത്ര ഡിജിറ്റ്, ലെഫ്റ്റ് സൈഡിൽ എത്ര ഡിജിറ്റ് ഉണ്ട്? ഒറ്റ ഡിജിറ്റ്. അപ്പൊ അങ്ങനെയുള്ള ഒരു നമ്പർ ആയിരിക്കണം. ഡെസിമൽ പോയിന്റിന്റെ ലെഫ്റ്റ് സൈഡിൽ ഒരേ ഒരു ഡിജിറ്റ് മാത്രമുള്ള ഒരു നമ്പർ ആണ് എന്തെന്ന് പറയണത്? ക്യാപിറ്റൽ ലെറ്റർ N എന്ന് പറയണത്. ക്ലിയർ ആയെന്ന് വിചാരിക്കണം. അടുത്ത സ്മോൾ n എന്താണ്? ഇറ്റ് ഈസ് ആൻ ഇൻഡിജർ. ഒരു ഇൻഡിജർ ആണ്. അതിന് പോസിറ്റീവ് വാല്യൂ ആവാം, നെഗറ്റീവ് വാല്യൂ ആവാം. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. 0.000038. ആ ഒരു സ്റ്റാൻഡേർഡ് ഫോമിലാണോ? അല്ല. അപ്പം നമ്മളതിനെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറണം. സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റുമ്പോൾ നമ്പറും അങ്ങനെ തന്നെ മാറാൻ പാടോ? ഇല്ല. നമ്പറിന്റെ വാല്യൂ മാറാൻ പാടോ? ഇല്ല. ഓക്കെ, റിസൾട്ട് നമ്മൾ മാറാൻ പാടില്ല. എഴുതുന്ന രീതി ഒരു സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റുക എന്ന് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, വാല്യൂ മാറരുത്. അപ്പം നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റുമ്പോൾ എന്താ ചെയ്യേണ്ടത്? 0.000038 അല്ലേ? നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമിൽ ഡെസിമലിൻ്റെ ലെഫ്റ്റ് സൈഡിൽ എന്താ പാടുള്ളൂ? ഒറ്റ ഡിജിറ്റേ പാടുള്ളൂ. ക്ലിയർ ആണല്ലോ? അപ്പോൾ 3.8 എന്നാക്കണം. അപ്പോൾ ഈ പോയിന്റിനെ നമ്മൾ എത്രത്തോളം നീക്കുന്നുണ്ട്? പോയിന്റിനെ 1 2 3 4 5 അല്ലെ? 3 പോയിന്റ് നാക്കുമ്പോൾ 5 പ്ലേസസ് നമ്മൾ നീക്കുന്നുണ്ട്. ടുവേർഡ്സ് റൈറ്റ് ആണ് നീക്കുന്നത്. ടുവേർഡ്സ് റൈറ്റ് നീക്കുമ്പോൾ 10ന്റെ എക്സ്പോണൻഷ്യൽ വാല്യൂ നെഗറ്റീവ് ആണ് വരിക. ടുവേർഡ്സ് ലെഫ്റ്റ് നീക്കുമ്പോൾ 10ന്റെ എക്സ്പോണൻഷ്യൽ വാല്യൂ പോസിറ്റീവ് ആണ് വരിക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഇനി എത്ര പ്ലേസ് നീക്കുന്നോ ആ നമ്പറാണ് 10ന്റെ എക്സ്പോണൻഷ്യൽ ആയിട്ട് നമ്മളിവിടെ ഇടേണ്ടത്. അപ്പോൾ 3.8 എന്നാക്കാൻ വേണ്ടി നമ്മൾ പോയിന്റിനെ 5 സ്ഥാനത്ത് റൈറ്റിലോട്ട് നീക്കി. അപ്പോൾ ഇങ്ങനെ എഴുതണം? 3.8 × 10⁻⁻5 എന്ന് എഴുതാം. ഇനി 265.62. ഓക്കെ, അതിനെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് എഴുതണം. അപ്പോൾ 265.62നെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? 2 പോയിന്റ് നാക്കണം. ശരിയല്ലേ? 2 പോയിന്റ് നാക്കുമ്പോൾ എന്ത് വരും? ലെഫ്റ്റിലോട്ട് നമ്മൾ എത്ര പ്ലേസ് നീക്കണം? 1 2. അപ്പോൾ 10⁻². ലെഫ്റ്റിലോട്ട് നീക്കുന്നതുകൊണ്ട് പോസിറ്റീവ് ആണ്. എത്ര പ്ലേസ് നീക്കണം? 2 എണ്ണം. അപ്പോൾ 2.6562 × 10⁻² എന്ന് വരും.
ഓക്കെ, അപ്പോൾ സയൻറ്റിഫിക് നൊട്ടേഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ഇനി നെക്സ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. അപ്പോൾ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും നമ്മൾ സെയിം മെത്തേഡിലാണ് ചെയ്യുക, അഡീഷനും സബ്ട്രാക്ഷനും സെയിം മെത്തേഡിലാണ് ചെയ്യുക. അപ്പോൾ ഞാൻ മൾട്ടിപ്ലിക്കേഷൻ്റെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ഡിവിഷൻ്റെ നിങ്ങൾ കണ്ടെത്തി എഴുതണം, അതാണ് നിങ്ങൾക്കുള്ള വർക്ക്. അപ്പോൾ നോക്കുക, മൾട്ടിപ്ലിക്കേഷനായിട്ട് നമ്മൾ ഒരു രണ്ടും സയൻറ്റിഫിക് നൊട്ടേഷനിലുള്ള ഒരു വാല്യൂ ആണ്. ഇപ്പോൾ 5.4 ഇൻറ്റു 10⁴ ഇൻറ്റു 6.2 ഇൻറ്റു 10�7. ക്ലിയർ ആണല്ലോ? ഇത് സയൻറ്റിഫിക് നൊട്ടേഷനിലുള്ള ഒരു വാല്യൂ, ഇതും ഒരു സയൻറ്റിഫിക് നൊട്ടേഷനിലുള്ള വാല്യൂ. അപ്പം ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ 5.4 ഇൻറ്റു 6.2 ചെയ്യുക, ഇൻറ്റു എക്സ്പോണൻഷ്യൽ എന്താ വരിക 10⁻². അപ്പം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും a⁻m ഇൻറ്റു a⁻n എന്ന് പറഞ്ഞാൽ എന്താ ഈക്വൽ ടു a⁻m+n ആണ് അല്ലേ. എക്സ്പോണൻഷ്യൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്, പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്യണം. ഓക്കെ, ആ 10⁻4 10⁻7 എന്ന് എഴുതുമ്പോൾ ആ ഘാതത്തിലുള്ള വാല്യൂകൾ 4ഉം 7ഉം കൂടി കൂട്ടുകയാണ് വരിക മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ 5.4 ഇൻറ്റു 6.2 ഇൻറ്റു എക്സ്പോണൻഷ്യൽ എങ്ങനെ വരും 10⁻4 + 7 എന്ന് വരും. അപ്പോൾ 33.48. അതെവിടെ നിന്നാണ് കിട്ടിയത്? 5.4 ഇൻറ്റു 6.2 ചെയ്തപ്പോൾ 33.48 ഇൻറ്റു 10⁻11 ആണ്. ഇനി നമ്മൾ ഇതിനെ എന്തിലേക്ക് മാറ്റണം? ഇതിപ്പോൾ സയൻറ്റിഫിക് നൊട്ടേഷനിലാണോ എടുക്കുന്നത്? അല്ല, 3 പോയിന്റ് എന്നാക്കണം. 3 പോയിന്റ് എന്നാക്കണമെങ്കിൽ ഡിജിറ്റിനെ എങ്ങോട്ട് മാറ്റണം? ലെഫ്റ്റിലോട്ട് മാറ്റണം. ലെഫ്റ്റിലോട്ട് എത്ര പ്ലേസ് നീക്കുന്നുണ്ട്? ഒരു പ്ലേസ്. ഇപ്പം ഇൻറ്റു 10⁻1 ആണ് വരിക. അപ്പോൾ അത് 10⁻11 ചേർത്ത് എഴുതുമ്പോൾ എന്ത് വരും? 10⁻12 എന്ന് വരും. അപ്പോൾ 3.348 ഇൻറ്റു 10⁻12 ആണ് ഇതിൻ്റെ ആൻസർ. ഡിവിഷൻ്റെ ഇതുപോലെ നിങ്ങൾ എന്തെങ്കിലും ഒരു വാല്യൂ ഡിവിഷൻ ചെയ്തിട്ട് ഒന്നെങ്കിൽ ടെക്സ്റ്റ് ബുക്കിലുള്ളതോ ഡിവിഷൻ ചെയ്തിട്ട് വർക്കായിട്ട് ചെയ്യാം. നെക്സ്റ്റ് അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. ഇത് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്പേഴ്സിനെ സെയിം എക്സ്പോണൻറ്റ് വരുന്ന രീതിയിൽ റീഅറേഞ്ച് ചെയ്ത് എഴുതണം. ഓക്കെ, ഇത് സയൻറ്റിഫിക് നൊട്ടേഷനിലാണ് തന്നിരിക്കുന്നത്. അതിന് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഈ എക്സ്പോണൻഷ്യൽ വാല്യൂ സെയിം വരുന്ന രീതിയിൽ റീഅറേഞ്ച് ചെയ്ത് എഴുതുക. അപ്പം ഞാൻ ഇതിനെയാണ് ചേഞ്ച് ചെയ്യുന്നത്. ഇതിന് 7.23 ഇൻറ്റു 10⁵5 പ്ലസ് 3.62 ഇൻറ്റു 10⁵5 അല്ല 10⁴. ഇതിനെ 10⁵5 ആക്കണം. അപ്പം എന്ത് വരും? ഒരു പോയിന്റ് ലെഫ്റ്റിലോട്ട് നീക്കണം, ശരിയല്ലേ? അപ്പോൾ 0.362 ഇൻറ്റു 10⁵5 എന്ന് എഴുതാലോ ഇതിനെ. ഇനി ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് എന്തുണ്ട്? 10⁵5 ഉണ്ട്. ആ 10⁵5 രണ്ട് നമ്പർ എന്നും കോമൺ ആയിട്ട് ബ്രാക്കറ്റിന്റെ പുറത്തെടുത്തു. അപ്പോൾ ബാക്കിയുള്ളത് എന്ത് ചെയ്യണം? കൂടെ ആഡ് ചെയ്യാം. 7.23 പ്ലസ് 0.362 ഇൻറ്റു 10⁵5. അപ്പോൾ ആൻസർ എന്ത് വരും? 7.592 ഇൻറ്റു 10⁵5 എന്ന് വരും. ഓക്കെ, ഇത്രയേ ഉള്ളൂ അഡീഷൻ. അപ്പോൾ സബ്ട്രാക്ഷൻ ഇതുപോലെ നിങ്ങൾ ഒരു വാല്യൂ ഇട്ടിട്ട് ചെയ്ത് വർക്കായിട്ട് സബ്മിറ്റ് ചെയ്യാം. നെക്സ്റ്റ് പ്രിസിഷൻ ആൻഡ് അക്യൂറസി. പ്രിസിഷൻ ആൻഡ് അക്യൂറസിയിൽ പ്രിസിഷൻ ആൻഡ് അക്യൂറസി നമ്മൾ നോക്കുകയാണെങ്കിൽ, അതായത് നമുക്ക് കിട്ടുന്ന റിസൾട്ട് എത്രത്തോളം നമ്മുടെ ഒറിജിനൽ വാല്യൂ അല്ലെങ്കിൽ എത്രത്തോളം റിസൾട്ട് വാല്യൂബിൾ ആണ് അല്ലെങ്കിൽ എത്രത്തോളം റിസൾട്ട് നല്ലതാണ്, ഇസ് ദ റിസൾട്ട് ഇസ് ഗുഡ് ഓർ നോട്ട്, അത് നമ്മൾ മെഷർ ചെയ്യുക അല്ലെങ്കിൽ അത് നമ്മൾ എക്സ്പ്രസ് ചെയ്യാനുള്ള രണ്ട് വാല്യൂസ് അല്ലെങ്കിൽ രണ്ട് മെത്തേഡ് അല്ലെങ്കിൽ ടേംസ് ആണ് എന്ത്? പ്രിസിഷൻ ആൻഡ് അക്യൂറസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പ്രിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊരു എക്സ്പെരിമെൻറ്റിൽ നമുക്ക് കുറേ വാല്യൂസ് റിസൾട്ട് കിട്ടി. ഫോർ എക്സാമ്പിൾ
ഞാൻ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ആണ് മെഷർ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ, അപ്പോൾ നമുക്കറിയാം നോർമലി ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ എത്രയാണ്? അറ്റ് നോർമൽ പ്രഷർ അതിൻ്റെ വാല്യൂ 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നതാണ് അതിൻ്റെ ട്രൂ വാല്യൂ അല്ലെങ്കിൽ ആക്ച്വൽ വാല്യൂ. ഇനി നമ്മളത് മെഷർ ചെയ്യാൻ, അപ്പോൾ അത് മെഷർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ എക്സ്പെരിമെൻറ്റ്. അപ്പോൾ നമുക്ക് കുറച്ച് വാല്യൂസ് കിട്ടി. ആ വാല്യൂസ് ഇപ്പോൾ ഒരു 98.5 98.6 എന്ന് കിട്ടി. ഓക്കെ, ട്രൂ വാല്യൂ നമുക്കറിയാം 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ 100 ഡിഗ്രി സെൽഷ്യസിനോട് അത്ര അടുത്തല്ല വാല്യൂ എടുക്കുന്നത് 98.5ഉം 98.6ഉം. അതായത് ട്രൂ വാല്യൂവിനോട് അത്ര മാച്ച് അല്ല. പക്ഷെ കിട്ടിയ മെഷേർഡ് വാല്യൂസ് തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല മാച്ചാണ്. ഈ മാച്ചിനെ എക്സ്പ്രസ് ചെയ്യുന്ന ടേംസ് ആണ് പ്രിസിഷൻ ആൻഡ് അക്യൂറസി. പ്രിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാല്യൂസ്, മെഷർ ചെയ്ത വാല്യൂസ് തമ്മിലുള്ള ക്ലോസ്നെസ്, മാച്ച്നെസ്, അതിനെ പറയുന്ന പേരാണ് എന്ത്? പ്രിസിഷൻ. ട്രൂ വാല്യൂമായുള്ള മാച്ചിന് അല്ലെങ്കിൽ ക്ലോസ്നെസ്സിനെ പറയുന്ന പേരാണ് എന്ത്? ആക്യുറസി. ഓക്കെ, നമുക്ക് ഒരു എക്സ്പെരിമെൻറ്റിന് ട്രൂ ആയിട്ടുള്ള ഒരു റിസൾട്ട് ഉണ്ട്. ആ ട്രൂ വാല്യൂയോട് നമ്മൾ കണ്ടുപിടിക്കുന്ന വാല്യൂസ് എത്രത്തോളം മാച്ചാണ്, ക്ലോസ് ആണ്, അതാണ് നമ്മൾ ആക്യുറസിയിൽ പറയുന്നത്. ഇനി നമ്മൾ മെഷർ ചെയ്ത സെറ്റ് ഓഫ് വാല്യൂസ് പരസ്പരം എത്ര അടുത്താണ്, അതാണ് എന്തിൽ പറയുന്നത്? പ്രിസിഷനിൽ പറയുന്നത്. ഓക്കെ, ദ ക്ലോസ്നെസ് ഓഫ് എ സെറ്റ് ഓഫ് വാല്യൂസ് obtained from identical measurements of a quantity is known as precision of the measurements. The closeness of a measurement or a set of measurements to its true value is called accuracy. ഇനി ഇത് നോക്കാം. ഒരു 3 സ്റ്റുഡൻസ് മെഷർ ചെയ്ത വാല്യൂസ് ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടറിന്റെ ട്രൂ വാല്യൂ 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. മെഷർ ചെയ്ത് കിട്ടിയത് 98.5ഉം 98.6ഉം ആണ്. 100ൽ നിന്ന് വാരിയേഷൻ ഉണ്ട്, അതുകൊണ്ട് അത് ആക്യുറേറ്റ് അല്ല. പക്ഷെ പരസ്പരം രണ്ട് വാല്യൂസും തമ്മിൽ നല്ല അടുത്തടുത്താണ്, അതായത് പ്രിസൈസ് ആണ്. ഇനി അടുത്ത് 98.5ഉം 98ഉം ആണ്. ട്രൂ വാല്യൂ 100 ആണ്, അതിനോട് അടുത്തല്ല നിൽക്കുന്നത്, അതുകൊണ്ട് എന്തല്ല? ആക്യുറേറ്റ് അല്ല. 98.5ഉം 98 എന്ന് പറഞ്ഞാൽ പരസ്പരം ഒരു മാച്ച് ഇല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? പ്രിസൈസും അല്ല. ഇനി അടുത്ത് നോക്കൂ, 99.6 99.7 100നോട് അടുത്താണ് നിൽക്കുന്നത്, ട്രൂ വാല്യൂവിനോട് അടുത്താണ് നിൽക്കുന്നത്, അതുകൊണ്ട് അത് ആക്യുറേറ്റ് ആണ്. പരസ്പരം എന്താണ്? വളരെ മാച്ചിങ് ആണ്, അതുകൊണ്ട് എന്താണ്? പ്രിസൈസും ആണ്. അപ്പോൾ ഫസ്റ്റ് സെറ്റ് വാല്യൂസ് എന്താണ്? പ്രിസൈസ് ആണ് ബട്ട് നോട്ട് ആക്യുറേറ്റ്. ഇതാണെങ്കിലോ നോട്ട് പ്രിസൈസ് നോട്ട് ആക്യുറേറ്റ് ആണ്. ഇതാണെങ്കിൽ എന്താണ്? ബോത്ത് പ്രിസൈസ് ആൻഡ് ആക്യുറേറ്റ് ആണ്. അപ്പോൾ ഗുഡ് റിസൾട്ട് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ബോത്ത് പ്രിസൈസ് ആൻഡ് ആക്യുറേറ്റ്. ഓക്കെ, നെക്സ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ്. അതായത് meaningful digits which are known with certainty. അതായത് ഒരു റിസൾട്ടിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്ന അർത്ഥവത്തായിട്ടുള്ള നമ്പറിനെയാണ്, ഡിജിറ്റ്സിനെയാണ്, നമ്പറുകളുടെ എണ്ണത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് പറയുന്നത്. മീനിങ്ഫുൾ ഡിജിറ്റ്സ് വിച്ച് ആർ നോൺ വിത്ത് സെർട്ടനിറ്റി, നമുക്ക് ഷുവറായിട്ട് പറയാൻ സാധിക്കുന്ന എന്താണ്? അർത്ഥവത്തായിട്ടുള്ള ഡിജിറ്റുകളുടെ എണ്ണത്തിനെ നമ്മൾ എന്ത് പറയും? സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് പറയും. ഇനി സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഒരു നമ്പറിലെ കണ്ടെത്താനായിട്ട് കുറച്ച് റൂളുകളുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, സാധാരണ ചോദിക്കാറുള്ളതുമാണ്. അപ്പോൾ റൂൾസ് മാത്രം നമ്മളിവിടെ ഡിസ്കസ് ചെയ്യും. മറ്റ് ആപ്ലിക്കേഷൻ, അതായത് എങ്ങനെ പ്രോബ്ലത്തിൽ കണ്ടെത്താം എന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ് ആയിട്ട്, പ്രോബ്ലംസ് ചെയ്യുന്ന ഒരു ക്ലാസ് ആയിട്ട് എടുക്കും. ഓൾ നോൺ സീറോസ് ആർ സിഗ്നിഫിക്കൻറ്റ്. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? സീറോ അല്ലാത്ത എല്ലാ സംഖ്യകളും സിഗ്നിഫിക്കൻ്റ് ആണ്. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 436 എല്ലാ വാല്യൂസും നോൺ സീറോ ആണ്, അതായത് എല്ലാ വാല്യൂസും എന്താണ്? സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എത്രയാണ്? 3 ആണ്. എല്ലാ നോൺ സീറോ ഡിജിറ്റ്സും സിഗ്നിഫിക്കൻ്റ് ആണ്. ഇനി
zeros preceding the first non-zero digit are not significant. അതായത് സീറോ അല്ലാത്ത ആദ്യത്തെ സംഖ്യ അതിന് തൊട്ട് മുൻപുള്ള എല്ലാ സീറോസും എന്താണ്? ഇൻസിഗ്നിഫിക്കൻ്റ് ആണ്. ഇപ്പൊ 0.036 ആണെന്ന് വിചാരിക്കാം. ഇപ്പൊ നോൺ സീറോ ഏതാണ്? 3. അതിന് തൊട്ട് മുന്നിലുള്ള രണ്ട് സീറോസ് എന്താണ്? ഇൻസിഗ്നിഫിക്കൻ്റ് ആണ്. ഇപ്പൊ 0.036 ആകെ 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സേ ഉണ്ടാവുള്ളൂ. ഇനി സീറോസ് ബിറ്റ്വീൻ 2 നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്. അതായത് ഇപ്പോൾ 1001, അപ്പോൾ 1001. അപ്പോൾ 2 നോൺ സീറോ വാല്യൂസിൻ്റെ ഇടയിൽ, 2 ഒന്നുകൾക്കിടയിൽ 2 സീറോസ് ഉണ്ട്. അതെന്താണ്? സിഗ്നിഫിക്കൻ്റ് ആണ്. അത് സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ സിഗ്നിഫിക്കൻ്റ് നമ്പേഴ്സ് എത്രയാണ്? 1001 4. ശരിയല്ലേ? ഇനി സീറോസ് അറ്റ് ദ എൻഡ് ഓർ റൈറ്റ് ഓഫ് ദ നമ്പർ ആർ സിഗ്നിഫിക്കൻറ്റ് പ്രൊവൈഡഡ് ദാറ്റ് they are on the right side of the decimal point, but if otherwise the zeros are not significant. അതായത് റൈറ്റ് എൻഡിലുള്ള സീറോസ് സിഗ്നിഫിക്കൻ്റ് ആണ്, പക്ഷെ അതെന്തായിരിക്കണം? ഡെസിമൽ പോയിന്റിന്റെ പാർട്ടായിരിക്കണം. ഡെസിമൽ ഇല്ലെങ്കിൽ റൈറ്റ് എൻഡിലുള്ള സീറോസ് എല്ലാം എന്താണ്? ഇൻസിഗ്നിഫിക്കൻ്റ് ആണ്. ഓക്കെ, വലത്തെ എൻഡിലുള്ള സീറോസ്, ഒരു നമ്പറിൻ്റെ വലത്തെ എൻഡിലുള്ള സീറോസ് സിഗ്നിഫിക്കൻ്റ് ആവും എപ്പോൾ? അവര് ഡെസിമലിൻ്റെ ഭാഗമാണെങ്കിൽ. ഡെസിമൽ ഇല്ലെങ്കിൽ അതെന്തല്ല? സിഗ്നിഫിക്കൻ്റ് അല്ല. ഇനി അടുത്ത് കൗണ്ടിങ് നമ്പർ ഓഫ് ഒബ്ജക്ട്സ് ഹാവ് ഇൻഫിനിറ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആസ് ദീസ് ആർ എക്സാക്ട് നമ്പേഴ്സ്. അതായത് ഇപ്പോൾ 2 പേനകൾ കൗണ്ട് ചെയ്യാണ് നമ്മൾ, അല്ലേ? അപ്പോൾ ആ 2 പേന ഉണ്ട് എന്നുള്ളത് അവിടെ എക്സാക്റ്റ് ആണ്. അപ്പോൾ ഷുവറായിട്ട് അറിയുന്ന എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്. ശരി, അത്രയും എക്സാക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട് അവിടെ എന്നുള്ളത്, കാരണം അത്രയും ഷുവറായിട്ട് നമുക്കറിയുന്ന നമ്പറാണ്. അപ്പോൾ കൗണ്ടിങ് ഒബ്ജക്ട്സിന് എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്. ഓക്കെ, നമുക്ക് ഇവിടെ നിർത്താൻ തോന്നുന്നു സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് വെച്ചിട്ട്. ഇനി 2 സെക്ഷൻ പ്രോബ്ലംസ് നമുക്ക് ചെയ്യാനുണ്ട്. 3 സെക്ഷൻ ഉണ്ട്. 1 ടെമ്പറേച്ചർ കൺവേർഷൻ്റെ, 2 സയൻറ്റിഫിക് നൊട്ടേഷൻ്റെ, 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ, അതിൻ്റെ റൂൾസും റൗണ്ടിങ് ഓഫും ഡയമെൻഷൻ അനാലിസിസും കൂടി കഴിഞ്ഞാലാണ് ഈ സെക്ഷൻ കഴിയുക. അപ്പോൾ ഒരു ക്ലാസ് അത്യാവശ്യം വലുപ്പമായി തോന്നുന്നു. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം നോട്ട് എഴുതാം, തന്നിരിക്കുന്ന വർക്കുകൾ ചെയ്യാം. ഓക്കെ.